ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 28. വിശ്വാസത്തിലുള്ള വളർച്ച. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. എൻ്റെ കൃഷി പരീക്ഷണങ്ങളുടെ തുടക്കത്തിൽ ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് തോട്ടത്തിലേക്ക് ഓടും. വിത്തുകൾ മുളച്ചോ എന്ന് നോക്കാൻ. ഒന്നുമായില്ല. പിന്നീട് ഇന്റർനെറ്റിൽ വേഗത്തിൽ ചെടികൾ വളരുന്നതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഒരു ചെടിയുടെ ജീവിതചക്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിത്തു മുളയ്ക്കുന്ന ഘട്ടമാണെന്ന്. തിരക്കു കൂട്ടിയിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുഞ്ഞു നാമ്പുകൾ മണ്ണിലൂടെ പൊരുതി സൂര്യന് നേരെ മുളച്ചു വരുന്നതും മാറുന്ന കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതുമൊക്കെ വിലമതിക്കാനാവാതായി. അവസാനം ആഴ്ചകൾ ക്ഷമയോടെ കാത്തിരുന്ന് പച്ച നാമ്പുകൾ മുള പൊട്ടുന്നത് ആസ്വദിക്കുവാൻ സാധിച്ചു. പലപ്പോഴും നമുക്ക് വിജയങ്ങളെയും നേട്ടങ്ങളെയും വളരെ വേഗം അഭിനന്ദിക്കാൻ കഴിയും. എന്നാൽ സ്വഭാവ ഗുണങ്ങൾ രൂപപ്പെടുന്നത് സമയമെടുത്തും സംഘർഷങ്ങളിലൂടെയുമാണെന്ന് അംഗീകരിക്കാതെയും പോകും. വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അത് അശേഷം സന്തോഷമെന്നെണ്ണുവീൻ എന്ന് യാക്കോബ് പഠിപ്പിക്കുന്നു. പരീക്ഷകളെക്കുറിച്ച് സന്തോഷിക്കാൻ എന്തിരിക്കുന്നു? ദൈവം നമ്മെ എന്തായിരിക്കുവാൻ വിളിച്ചിരിക്കുന്നുവോ അങ്ങനെയാക്കി തീർക്കുന്ന പ്രക്രിയയിൽ നമ്മെ ചിലപ്പോൾ പ്രയാസങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടത്തിവിട്ടേക്കാം. പരീക്ഷകളെ അതിജീവിച്ച് നമ്മൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമായി തീരുന്നത് കാണാൻ ദൈവം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. യേശുവിൽ അടിയുറച്ചവരായി നമുക്ക് ഏത് പ്രതിസന്ധിയിലും സ്ഥിരതയോടെ നിലനിന്ന് ശക്തരായി വളർന്ന് അവസാനം ആത്മാവിൻ്റെ ഫലം ജീവിതത്തിൽ നിറയുന്നവരായിരിക്കാം. ഓരോ ദിവസവും നമുക്ക് വളർച്ചയ്ക്ക് അനിവാര്യമായ പോഷണം അവൻ്റെ ജ്ഞാനം പ്രദാനം ചെയ്യും. ചിന്തിക്കുക, അടുത്തിടെയായി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷകൾ എന്തൊക്കെയാണ്? ഈ സാഹചര്യങ്ങൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെ? ദൈവത്തിനു മഹത്വം.